വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഏച്ചണിൽ വന്ന ഡ്രാമയുടെ 19ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രാജാവിൻ്റെ മുന്നിലെത്തി ഈഹുവായിയോട് മുട്ടുകുത്തിയിരിക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചെങ്കിലും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് നിന്നതല്ലാതെ അവനത് അനുസരിക്കുന്നില്ല. ചാൻഡറെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് നീയാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവനത് സമ്മതിക്കുന്നു. അവനെ തടവിലാക്കാൻ അദ്ദേഹം കാവൽക്കാരോട് ആജ്ഞാപിച്ചെങ്കിലും അവരത് കേൾക്കാത്ത മട്ടിൽ നിൽക്കുന്നു. ഇവരെല്ലാം എൻ്റെ ആൾക്കാരാണ്, ഇവിടെ മാത്രമല്ല കൊട്ടാരം മൊത്തത്തിൽ എൻ്റെ ആൾക്കാർ വളഞ്ഞിരിക്കുകയാണ് എന്ന് ഈഹുവായി പറയുന്നു. പുറത്തിറങ്ങിയ ഷെങ് ടാൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗത്തിൽ നടക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ടാൻ അവനെ പിടിച്ചു നിർത്തുന്നു. എന്നെ തനിച്ചാക്കി പോകാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? എന്നെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കാഞ്ഞത്? ഞാൻ 1 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നീ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ഷെങ് ചോദിച്ചപ്പോൾ നിന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ മരിച്ചേ മതിയാകൂ എന്നാണ് രാജമാതാവ് എന്നോട് പറഞ്ഞത്. നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചത് എന്നവൾ പറയുന്നു. അവൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഷെങ് അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും എന്നെ തനിച്ചാക്കി അങ്ങോട്ട് പോകാമെന്ന് നീ കരുതണ്ട. ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നവൻ പറയുന്നു. അവരവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഈഹുവായുടെ സൈന്യം അവരെ വളയുന്നു. കൂടെ തന്നെ ഈഹുവായും ഉണ്ടായിരുന്നു. രാജാവിനെ അവൻ തടവിലാക്കിയെന്നറിഞ്ഞ് ഷെങ് അവനെ എതിർക്കുന്നു. പക്ഷേ ദുഷ്ടന്മാരുടെ മാസ്റ്ററുടെ ശക്തി ഉള്ളതുകൊണ്ട് ഷെങ്ങിന് അവനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഷെങ് നിലത്ത് വീണത് കണ്ട് ടാൻ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ലിയൂഷി നൽകിയ ഫ്ലൂട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ശബ്ദം കേട്ടതും ഈഹുവായിക്കും സംഘത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ അധിക നേരം അത് വായിക്കാനുള്ള കരുത്ത് ടാനുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുന്നു. അവൾ തളർന്ന് വായന നിർത്തിയതും ഈഹുവായി അവളെ കടന്നു പിടിച്ച് കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ഷെങ്ങിനെ ആക്രമിക്കാൻ ചെല്ലുന്നു. പക്ഷേ അപ്പോഴേക്കും ലിയൂഷി അവിടെ വന്ന് അവനെ എതിർക്കുന്നതിനാൽ ഷെങ് രക്ഷപ്പെടുന്നു. ലിയൂഷി ടാനിനെ രക്ഷിക്കാൻ നിൽക്കാതെ ഷെങ്ങിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഷെങ്ങിൻ്റെ കൊട്ടാരത്തിലെത്തി അവൻ്റെ ശരീരത്തിലേക്ക് മന്ത്രശക്തി കടത്തിവിട്ട് അദ്ദേഹം അവനെ സുഖപ്പെടുത്തുന്നു. ഭാഗ്യം കൊണ്ട് ഇത്തവണ ആന്തരികാവയവങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചില്ല. കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ ടാൻ ഇപ്പോഴും ഈഹുവായുടെ കൈകളിലാണ്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാകൂ എന്ന് പറഞ്ഞ് ഷെങ് പോകാൻ എഴുന്നേൽക്കുന്നു. സോൾ സപ്രസിംഗ് ഓർബ് ഇപ്പോഴും നമ്മുടെ കൈവശം തന്നെ ഉള്ളതുകൊണ്ട് ഈഹുവായി അവളെ ഉപദ്രവിക്കില്ല. എടുത്തുചാടി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നീ പരാജയപ്പെടും. ഒരു ദുഷ്ടശക്തിയാണിപ്പോൾ ഈഹുവായിയെ നിയന്ത്രിക്കുന്നത്. എനിക്ക് പോലും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കുറച്ചുകൂടി കാത്തിരിക്കാൻ പറഞ്ഞ് അദ്ദേഹം അവനെ തടയുന്നു. ആ സമയത്താണ് ഒരു കാവൽക്കാരൻ വന്ന് ഈഹുവായി നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നുണ്ട് അറിയിച്ചിട്ട് ഓടിപ്പോകുന്നു. ഷെങ് ഉടൻ തന്നെ ഈഹുവായിയെ പരാജയപ്പെടുത്താനുള്ള പല തന്ത്രങ്ങളും ആലോചിക്കുന്നു. ഏറ്റവും നല്ലത് എന്ന് തോന്നിയ ഒരു തന്ത്രം നടപ്പിലാക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിനായി ഇപ്പോൾ കൊട്ടാരത്തിലുള്ള സൈന്യത്തോടൊപ്പം ഷെങ് ഈഹുവായിയെ നേരിടാൻ തീരുമാനിക്കുകയും യുഹാവോയെ നഗരത്തിൽ നിന്ന് കുറച്ചു മാറിയുള്ള സൈന്യത്തെ വിവരമറിയിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് മറ്റൊരു വഴിയിലൂടെ ആക്രമിക്കാൻ ഏർപ്പാടാക്കി അയക്കുകയും ചെയ്യുന്നു. ഷെങ്ങിൻ്റെ തന്ത്രത്തെ അഭിനന്ദിച്ചിട്ട് ലിയൂഷി അവിടെ നിന്ന് പോകുന്നു. ബോധം നഷ്ടപ്പെട്ട ചാൻഡറെ ഈഹുവായി തടവിലാക്കിയിരുന്നു. ഷെങ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് തൻ്റെ 500 പടയാളികൾക്കൊപ്പം ഈഹുവായുടെ സൈന്യത്തെ നേരിടുന്നു. നല്ലൊരു യുദ്ധം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഈഹുവാവോ മറ്റേ സൈന്യത്തെ കൂട്ടി അവിടെ എത്തുകയും ഷെങ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വശത്ത് നിന്ന് ശത്രുക്കളെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഒരുപാട് സൈനികർ മരിച്ചു വീഴുന്നു. അധികം വൈകാതെ ഷെങ്ങിൻ്റെ സൈന്യം ഈഹുവായുടെ സൈന്യത്തെ ഒന്നടക്കം നശിപ്പിക്കുന്നു. ഈഹുവായി ഈ സമയം ചാൻഡറിൻ്റെ അടുത്തെത്തി സോൾ സപ്രസിംഗ് ഓർബ് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നു. അറിയില്ല എന്നവൾ പറഞ്ഞപ്പോൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ചാൻഡറെ പുറത്തു കൊണ്ടുവന്നാൽ അവളോട് സംസാരിച്ചാലെങ്കിലും പഴയ സ്നേഹത്തെ ഓർത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എന്നുള്ള ചിന്തയിൽ ടാൻ പല കള്ളങ്ങളും പറഞ്ഞു നോക്കിയെങ്കിലും ടാനർ പുറത്തു വരുന്നില്ല. രക്ഷയില്ലെന്ന് കണ്ട് എങ്ങനെയെങ്കിലും സമയം നീട്ടിക്കിട്ടാൻ ഇവൻ്റെ മുന്നിൽ ടാനറെ പോലെ അഭിനയിച്ചു നോക്കാമെന്ന് ചിന്തിച്ച് ഞാൻ ദുർബലയായ ഒരു പെണ്ണല്ലേ, എനിക്കിവിടെ നിന്ന് ഓടിപ്പോകാനൊന്നും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെക്കൊണ്ട് കഴുത്തിലെ പിടിപിടിച്ചിട്ട് ടാനറും അവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ചും കാണിച്ചും അവൻ്റെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈഹുവായിക്ക് ഒരു മാറ്റവുമില്ലെന്ന് മാത്രമല്ല അവൻ വീണ്ടും അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് സോൾ സപ്രസിംഗ് ഓർബ് എവിടെയാണെന്ന് പറയാൻ നിർബന്ധിച്ച് അവളെ നിലത്തേക്ക് എറിയുന്നു. ഇതേസമയം ഷെങ് ലിയൂഷയോടൊപ്പം ഒരു രഹസ്യ തുരങ്കത്തിലൂടെ ആ തടവറ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. ഷെങ്ങിൻ്റെ മുത്തശ്ശൻ പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനെന്നുള്ളൊന്നും ഉണ്ടാക്കിയതായിരുന്നു ആ തടവറയെന്നും കുട്ടിക്കാലത്ത് മുത്തശ്ശനൊപ്പം കളിക്കാനായി ഞാനിവിടെ വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നാണ് തോന്നുന്നതെന്നും ഷെങ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ആ കോൾഡ് ഫേസ് മോ എപ്പോഴും എല്ലാം രഹസ്യമാക്കി വെക്കുന്ന സ്വഭാവമാണ് എന്ന് ലിയൂഷി അപ്പോൾ പറയുന്നു. കോൾഡ് ഫേസ് മോയോ അതാരാണ് എന്ന് ഷെങ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം നൽകാതെ വിഷയം മാറ്റുന്നു. അവർ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ വഴി രണ്ടായി പിരിയുന്നു. ഒന്ന് രാജകൊട്ടാരത്തിനകത്തേക്കും ഒന്ന് പുറത്തെ ഗാർഡനിലേക്കും ഉള്ളതാണ്. നമുക്ക് 2 വഴിക്കായി നീങ്ങാമെന്ന് ഷെങ് പറയുന്നു. ഷെങ് ടാനെ രക്ഷിക്കാനുള്ള വഴിയെയും ലിയൂഷി മറ്റേ വഴിയെയും പിരിഞ്ഞു പോകുന്നു. നിലത്തേക്ക് വീണ ടാൻ ഉണർന്നത് ടാനറായിട്ടാണ്. സാഹചര്യം കൊണ്ട് ഏകദേശം കാര്യങ്ങൾ ഊഹിച്ച് അവൾ ഈഹുവായി പിന്തിരിപ്പിക്കാനായി ആദ്യമായി അവനോട് ഇഷ്ടം തോന്നിയ ദിവസവും അവൻ ആദ്യം കിസ് ചെയ്ത ദിവസവും അവൻ്റെ വിവാഹം പാനറുമായി കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുമെല്ലാം ഓരോന്നോരോന്നായി പറയുന്നു. ഈഹുവായുടെ കൈകൾ വിറയ്ക്കുന്നതും
തലവേദനിക്കുന്നത് പോലെ അവൻ അമർത്തി പിടിക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ കയറി കൂടിയ ദുഷ്ടശക്തിയെ കുറച്ചു നേരത്തേക്കാണെങ്കിലും പരാജയപ്പെടുത്തി അവൻ്റെ ബോധം അവൻ തിരിച്ചു കിട്ടുന്നുണ്ട്. അവൻ ആയുധം താഴിട്ടിട്ട് എനിക്കൊരു സിംഹാസനവും വേണ്ട, നീ എനിക്കപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ടാൻഡറെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈഹുവയുടെ മനസ്സിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞ ദുഷ്ടശക്തികളുടെ മാസ്റ്റർ കുറെ കൂടി ശക്തമായി തൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അതോടെ ഈഹുവായി വീണ്ടും അയാളുടെ നിയന്ത്രണത്തിലാകുന്നു. അവൻ വീണ്ടും ടാൻഡറുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവളെ നിലത്ത് നിന്ന് പൊക്കിയിട്ട് എനിക്ക് നിന്നോട് കൊഞ്ചിക്കൊണ്ടിരിക്കാൻ സമയമില്ല, സോൾ സപ്രസിംഗ് ഓർബ് എവിടെയാണെന്ന് വേഗം പറഞ്ഞ് ശക്തിയായി കുലുക്കുന്നു. അത്ഭുതമെന്നോണം ടാൻഡറുടെ ഉള്ളിൽ നിന്ന് ടാൻ തെറിച്ച് ദൂരേക്ക് വീഴുന്നു. ഈഹുവായി ടാൻഡറയും നിലത്തേക്ക് എറിയുന്നു. അവർ താഴെ കിടന്നുകൊണ്ട് തന്നെ പരസ്പരം തൊടാൻ ശ്രമിക്കുന്നുണ്ട്. ഈഹുവായി മന്ത്രശക്തി പ്രയോഗിക്കാൻ തുടങ്ങുന്നത് കണ്ട് ടാനർ എഴുന്നേറ്റ് ടാൻ്റെ മുന്നിൽ കയറി നിൽക്കുന്നു. ഈഹുവയുടെ ശക്തി അവളുടെ ശരീരത്തിലാണ് പതിച്ചത്. അതോടെ ടാനർ മരിക്കുകയാണ്. ടാൻ താഴെ ഇരുന്നവളെ നോക്കി കരയുന്നുണ്ട്. അപ്പോഴേക്കും ഷെങ് അവിടെ എത്തിയിരുന്നു. അവൻ ടാൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ഈഹുവായി അവനെ ആക്രമിക്കുന്നു. ഷെങ് ചെന്ന് വീണത് നിലത്ത് കിടക്കുകയായിരുന്ന ടാൻ്റെ അടുത്തേക്കാണ്. അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് കിടത്തി വിളിച്ചുണർത്തുന്നു. ബോധം വന്നതും ഈഹുവായി ടാനറെ കൊന്നുവെന്ന കാര്യം പറഞ്ഞ് അവൾ കരയുന്നു. അവനിപ്പോൾ ഈഹുവായി അല്ലെന്നും അവൻ്റെ ദുഷ്ടൻ്റെ നിയന്ത്രണത്തിലാണെന്നും ടാനറെ അവന് ഓർമ്മയില്ലെന്നും ഷെങ് അവളോട് പറയുന്നു. എൻ്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ കരച്ചിൽ കാണാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഈഹുവായി വീണ്ടും ഷെങ്ങിനെ ആക്രമിച്ചിട്ട് ടാനറിനെ വലിച്ച് വീണ്ടും കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. സോൾ സപ്രസിംഗ് ഓർബ് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ടാനിൻ്റെ കയ്യിൽ അവൻ മുറിവേൽപ്പിക്കുന്നു. ടാനിൻ്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ട് ഞാൻ വേഗം ഓർബുമായി വരാം, ടാനറെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഷെങ് പുറത്തേക്ക് പോകുന്നു. ഈഹുവായി അവിടെ നിന്ന് പുറത്തു വന്ന് മുഖംമൂടിധാരികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലിയൂഷി അവിടെ എത്തി അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ എന്നെ പിടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഓടുന്നു. മുഖംമൂടിധാരികൾ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. ഈഹുവായും പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ ഷെങ് വന്നിട്ടുണ്ട് എന്ന് ഒരു കാവൽക്കാരൻ വന്ന് പറയുന്നതിനാൽ അവൻ അങ്ങോട്ട് പോകുന്നു. ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടപ്പെട്ടതിനാൽ ടാൻ ബോധം നഷ്ടപ്പെടാറായ അവസ്ഥയിലായിരുന്നു. അവളുടെ കൈകൾ ബന്ധിച്ച നിലയിലുമായിരുന്നു. ഓർബുമായി വന്ന ഷെങ് ടാനിൻ്റെ ശരീരത്തിൽ നിന്ന് അപ്പോഴും രക്തമൊഴുകുന്നത് കണ്ട് അത് നിയന്ത്രിക്കാൻ ഈഹുവായോട് പറഞ്ഞെങ്കിലും അവനതിന് തയ്യാറാകുന്നില്ല. എങ്കിൽ ഞാനിത് നിലത്തിട്ട് നശിപ്പിക്കുമെന്ന് ഷെങ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈഹുവായി തൻ്റെ ശക്തി ഉപയോഗിച്ച് ടാനറുടെ സ്ഥാനത്ത് നിന്ന് രക്തമൊഴുകുന്നത് തടയാൻ എന്തോ ചെയ്യുന്നുണ്ട്. ഈഹുവായിയെ നിയന്ത്രിക്കുന്ന ഒരു മാന്ത്രിക സീലുണ്ടെന്നും അത് നശിപ്പിച്ചാൽ അവന് സ്വബോധം തിരിച്ചു കിട്ടുമെന്നും അതിനുള്ള വഴി നോക്കാമെന്നും ലിയൂഷി ഷെങ്ങിനോട് പറഞ്ഞിരുന്നു. ഞാൻ ആ മുഖംമൂടിധാരികളെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കോളാം എന്നും ഞാൻ മടങ്ങിയെത്തുന്നവരെ ഈഹുവായി ഓർബ് കൽക്കലാക്കാതെ എങ്ങനെയെങ്കിലും സമയം വലിച്ചു നീട്ടിക്കൊണ്ട് നിൽക്കണമെന്നും അദ്ദേഹം അവനോട് പറഞ്ഞിരുന്നു. ഷെങ് അതിനുവേണ്ടി ഈഹുവായിയോട് അനുനയത്തിൽ സംസാരിച്ച് നോക്കിയെങ്കിലും അവൻ കൂടുതൽ ദേഷ്യത്തിൽ ടാനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ലിയൂഷി അതേസമയം ആ രണ്ട് വിചിത്ര വേഷധാരികളെ കുറേ ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ വെല്ലുവിളിക്കുന്നു. ടാനിൻ്റെ രക്തം ഉപയോഗിച്ച് ഓർബിരുന്ന ബോക്സ് തുറന്ന് ഈഹുവായി ആ ചെറിയ പേടകം എടുക്കാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് അവൻ പിന്മാറിയിട്ട് ടാനിനോട് തുറക്കാൻ പറയുന്നു. എങ്ങനെയാണ് തുറക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് ടാൻ പറഞ്ഞപ്പോൾ ഈഹുവായി തൻ്റെ കൈവശമുണ്ടായിരുന്ന അവളുടെ ഫ്ലൂട്ട് എടുത്ത് കൊടുത്തിട്ട് അത് വായിക്കാൻ പറയുന്നു. പേടി കാരണം ടാൻ അത് വായിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്ന് വന്ന ശബ്ദം ഈഹുവായിക്കും ഷെങ്ങിനും ഒരുപോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അധിക സമയം കഴിയുന്നതിന് മുമ്പ് ആ ബോക്സ് പൊട്ടിത്തെറിച്ച് ഓർബ് തനിയെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഈഹുവായി അത് കൈക്കലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് തെന്നി മാറി ടാനിൻ്റെ നെറ്റിയിലൂടെ അവളുടെ ശരീരത്തിലേക്ക് കയറി അപ്രത്യക്ഷമാകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.